യമനിലെ ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയയെ അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കി എന്ന് പറഞ്ഞുള്ളൊരു പ്രസ്താവന വളരെ ലേറ്റസ്റ്റ് ആയിട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വകയായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അവർ സൂഫി പണ്ഡിതന്മാരെ ആയിട്ട് നടത്തി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തൽക്കാലം ആദ്യം മരവിപ്പിച്ചു, അത് ശരിയാണ്, പിന്നെ അല്ലെങ്കിൽ 16 നടക്കേണ്ടിയിരുന്നു, അതിനുശേഷം അത് വേണ്ട എന്ന് വധശിക്ഷ ഒഴിവാക്കി എന്നുള്ള വാർത്തയാണ്. ആദ്യ സമയത്തും ഇങ്ങനെ വാർത്ത വരുന്ന സമയത്തും ഈ അവിടെ വധിക്കപ്പെട്ട ആളിൻ്റെ സഹോദരൻ തലാലും അതുപോലെ തന്നെ ഇതിനൊക്കെ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന സാമൂഹ്യ പ്രവർത്തന സാമുവൽ ജെറോമും പറയുന്നത് അങ്ങനെ ഒരു വാർത്ത ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സഹോദരൻ തലാൽ പറയുന്നത് ആരോട് ചോദിച്ചിട്ടാണ് ഈ ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കിയത്, ഞങ്ങളുടെ കുടുംബത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷേ അപ്പോഴും കുടുംബത്തിനകത്തൊരു ഭിന്നത കിടപ്പുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ട്വിസ്റ്റ്. അതാണ് തലാൽ ഇതിനകത്ത് ഇനി കാശ് മൊത്തം ഉണ്ടാക്കാൻ നിൽക്കുന്ന ആളാണോ, അങ്ങനെ ഒരു ചോദ്യമുണ്ടോ? തലാലിൻ്റെ താല്പര്യം, തലാലിന് കൊല്ലണം, അതായത് നിമിഷപ്രിയയെ വധിക്കണം എന്നതല്ല തന്നെയാണോ തലാലിൻ്റെ ചിന്ത, അതോ ബാർഗെയിനിങ് രാഷ്ട്രീയമാണോ, ബാർഗെയിനിങ് ആയിട്ട് ചെയ്ത് പണം ഉണ്ടാക്കാനുള്ള ഒരു ക്യാപിറ്റൽ ബാർഗെയിനിങ് ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. അതേസമയം നമ്മുടെ സാമുവൽ ജെറോമും ഇതേ അഭിപ്രായം പറയുന്നു. അദ്ദേഹം ഇതിനിടയിൽ നിന്ന് ഒരുപാട് പണം തട്ടുന്നു എന്നുള്ള വാർത്തയും ഇതിനകം വന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, സങ്കീർണമാണ് വിഷയം. അപ്പോൾ വളരെ രസകരവും സങ്കീർണമായൊരു വിഷയത്തിലൂടെയാണ് അത് കടന്നു പോകുന്നത്. മറ്റൊരു രാജ്യത്താണ്, അവിടെയാണെങ്കിൽ കൃത്യമായൊരു ഭരണകൂടമില്ല, 2 ഗോത്രവർഗ്ഗക്കാരാണ് അവിടെ ഭരിക്കുന്നത്, അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്, അത് ചിലപ്പോഴും പുറത്തു വെക്കുമ്പോൾ ഒരു കാട്ടു നിയമമായിട്ട് തോന്നും, അങ്ങനെയൊക്കെയുള്ള പ്രദേശമാണ്. പക്ഷേ ഈ നിമിഷപ്രിയ ചെയ്തതിൻ്റെ ആധിക്യം, അവർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരല്ല വേറെ സ്ത്രീയാണത് ചെയ്തു എന്ന് പറയുന്നത്, അവർ മയക്കുമരുന്ന് കുത്തിവെക്കുകയേ ചെയ്തിട്ടുള്ളൂ, മയങ്ങാനുള്ള മരുന്ന് കുത്തിവെച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരു പ്രാവശ്യം കുത്തിവെച്ചു, മയങ്ങാത്തെന്നുള്ളൂ, ഒരു പ്രാവശ്യം ഇവിടെ കുത്തിവെച്ച് കിടത്തി ശല്യം ചെയ്യാൻ പോയപ്പോൾ ചെയ്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനുശേഷം കൊന്നത് വേറൊരാളാണെന്ന് പറയുന്നു, വേറെ സ്ത്രീയാണെന്ന് പറയുന്നു, അവർക്ക് എന്തോ ബിസിനസ് ഇടപാടുള്ളതുകൊണ്ട് അവരാണ് കൊന്നതെന്ന് പറയുന്നു, അല്ല ഇവർക്ക് ബിസിനസ് ഇടപാടുള്ളതുകൊണ്ട് ഇവർ തന്നെയാണ് കൊന്നതെന്ന് പറയുന്നു. എന്തായാലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കേസാണത്. അത്രയും സങ്കീർണമായൊരു കേസിൽ കാന്തപുരത്തിനെ പോലുള്ള ഒരാൾ ഇടപെടുകയും അദ്ദേഹത്തിന് നല്ല അഭിനന്ദനം കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് വധശിക്ഷ നീട്ടിവെക്കാൻ തീരുമാനിച്ചത്. എന്തായാലും അത് നീട്ടിവെച്ചു, കാര്യം 16 നടന്നില്ലല്ലോ. അപ്പോൾ കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഗുണം ചെയ്തു എന്നാണ് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അതിനുശേഷം അത് നടത്തണ്ട, വധശിക്ഷ ഇല്ല, അത് ഒഴിവാക്കിയതല്ല, വധശിക്ഷ തന്നെ ഒഴിവാക്കാം എന്നൊരു ചർച്ച വന്നു എന്നാണ് കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്ന് പ്രസ് റിലീസ് പുറത്തു പോയത്. അപ്പോഴാണ് ഈ സഹോദരൻ തലാലും അതുപോലെ തന്നെ സാമുവൽ ജെറോമും വന്ന് പറഞ്ഞത് അങ്ങനല്ല കാര്യങ്ങൾ, ഇതുവരെ വധശിക്ഷ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുന്നു. ഇതിൽ ആരാണ് സത്യം പറയുന്നത്, ആരാണ് കള്ളം പറയുന്നത്, ആർക്കാണ് ഇതിൽ സാമ്പത്തിക താല്പര്യമുള്ളത്, തലാലിൻ്റെ മറ്റു താല്പര്യങ്ങൾ എന്താണ് എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും സൂഫി വര്യന്മാരും സൂഫി പണ്ഡിതന്മാരും കാന്തപുരത്തിൻ്റെ കൂടി നിർദ്ദേശപ്രകാരം കുടുംബാംഗങ്ങളിലുള്ള ബാക്കി ആളുകളോട്, ഈ മരിച്ച ആളിൻ്റെ ഭാര്യയോടും മറ്റ് ബന്ധുക്കളോടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അറിയുന്നു. അപ്പോഴും തലാർ കയറി വിമതനായി നിൽപ്പുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ കേസ് വീണ്ടും കോംപ്ലിക്കേറ്റഡ് വരുമെന്നറിയില്ല. മാത്രമല്ല ഇനിയിപ്പോൾ അവിടെ ഈ വധശിക്ഷ മാറ്റിവെച്ച സാഹചര്യത്തിൽ ബാക്കി എത്ര കാലം ജയിലിൽ കിടക്കണം, അതോ ബ്ലഡ് മണി കൊടുത്ത് ജീവനാംശം കൊടുത്ത് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ബ്ലഡ് മണി കൊടുക്കാനാണെങ്കിൽ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെടുത്തി 11 കോടി പിരിച്ചതിൻ്റെ 11 കോടി രൂപ അവരുടെ കയ്യിലുണ്ടെന്ന് അവർ കൊടുക്കാമെന്ന് പറയുന്നു. അല്ല ചിലപ്പോൾ ഇതിന് വലിയ പിരിവ്, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെമ്മണ്ണൂർ ബോച്ചെ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് നമ്മുടെ രക്ഷിക്കാനുള്ള നിമിഷപ്രിയ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് കുറേ മൂവ്മെൻറ്റും ബഹളവും ഷോയൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, ഇനി ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇടപെടൽ വരുമോ അത് നമുക്കറിയേണ്ടതുണ്ട്. എന്തായാലും നിമിഷപ്രിയയുടെ ഈ മോചനം എങ്ങനെ സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും ഈ ഊഹാഭോഗങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, കൃത്യമായി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നവർ കോർഡിനേറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർ മാറി നിൽക്കുക. അല്ലാതെ നിങ്ങൾ ഇടയ്ക്ക് വന്ന് സോഷ്യൽ മീഡിയ വഴിയും സാറ്റലൈറ്റ് ചാനലുകൾ വഴിയും പത്രങ്ങൾ വഴിയും മീഡിയകൾ വഴിയും അല്ലാതെ നേരിട്ടും വാട്സപ്പിലും ഒക്കെ വന്ന് ഒരുപാട് കൺഫ്യൂഷൻസും വ്യാജ വാർത്തകളും ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല. തീർച്ചയായിട്ടും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ അതിൻ്റെ മെരിറ്റിൽ നമുക്ക് ചർച്ച ചെയ്യാം.